നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മൈക്കിൽ നിന്ന് ചെറിയൊരു ഒച്ച വന്നതിന് ഊരിയെടുക്കട അവന്റെ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ കേരളം കണ്ടു. മൈക്കിനെതിരെ കേസെടുക്കുന്നു, FIR ഇടുന്നു, മൈക്കിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു വിചിത്ര കാഴ്ച കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടു. പിണറായി വിജയന്റെ പരിപാടികൾക്ക് പോകാൻ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് പേടിയായിരുന്നു. അഥവാ ഇനി എന്തെങ്കിലും ഒരു ഒച്ച മൈക്കിൽ നിന്ന് വന്നാൽ തങ്ങളുടെ കഞ്ഞികൂടി മുട്ടുമല്ലോ എന്നുള്ള ഭയം. ആ ഭീതി കൊണ്ട് പരിപാടിക്ക് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് ഓടുന്ന മൈക്ക് ഓപ്പറേറ്റർമാരെയും കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളം കണ്ടു. മൈക്കിൽ നിന്ന് വന്ന ചെറിയ ഒച്ച എന്തോ ബോംബ് പൊട്ടിയതുപോലെയായിരുന്നു പിണറായിക്ക്. വേദിയിൽ കയറി നിന്ന് കത്തി ജ്വലിക്കുന്ന പിണറായിയെ ആയിരുന്നല്ലോ നമ്മൾ അന്ന് കണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരാളുണ്ട്. ഇന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം പൊതുവേദികളിൽ കയറി നിന്ന് അങ്ങനെ ക്ഷുഭിതനാകുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും ഒക്കെ മുൻപും ഇരുന്ന ആളാണല്ലോ. പൊതുവേദിയിൽ കയറി നിൽക്കുമ്പോൾ കുറച്ച് മിതത്വം പാലിക്കണം എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്. ദേഷ്യവും ധാർഷ്ട്യവും ഒക്കെ കാണിക്കാൻ ചെന്നാൽ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തും. അവർ നിങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ചർച്ച ചെയ്യും. പിന്നീട് അവർ ഒരു മാർക്ക് നിങ്ങൾക്കിടും. അത് നിങ്ങളുടെ നെഞ്ചത്ത് കൊള്ളുന്ന മാർക്കായിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നു കഴിഞ്ഞാൽ കൊള്ളാം എന്നാണ് ഇത്തരം സംഭവങ്ങൾ, അതായത് പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയന് സംഭവിച്ച പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പരിപാടിക്ക് കയറി ഒരു വേദിയിൽ നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും ഈ മൈക്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു പണി കിട്ടി. പക്ഷെ അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത്. വേദിയിലിരിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ ഒരു മറുപടി കേട്ട് ചിരിയാണ് വന്നത്. അപ്പോൾ ആ ഒരു വേദിയെ മുഴുവൻ കയ്യിലെടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിണറായി വിജയന് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്, അദ്ദേഹം ഒരു ജനകീയ നേതാവാണ് എന്ന് കാണിക്കാൻ കോടികൾ മുടക്കി PR വർക്ക് നടത്തി. പക്ഷേ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. എന്നാൽ രമേശ് ചെന്നിത്തലയാകട്ടെ ജനങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഓപ്പറേഷൻ തൂഫാൻ തന്നെ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം ജനകീയ പിന്തുണയോടുകൂടിയാണ് ആ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു വരുന്നത്, LDF സർക്കാരിൻ്റെ കാലത്ത് ചുളുവിന് കുപ്രസിദ്ധി ആകർഷിച്ച ഒരു ഉപകരണമായിരുന്നു മൈക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന മിക്ക വേദികളിലും മൈക്ക് ഒച്ചയുണ്ടാക്കിയും ശബ്ദമുണ്ടാക്കിയും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ദേഷ്യം കയറിയാൽ മുൻ മുഖ്യൻ മൈക്കിനെയും ഓപ്പറേറ്റർമാരെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും ഒക്കെ വഴക്ക് പറയുന്നതും നിർത്തിപ്പൊരിക്കുന്നതുമൊക്കെ നിത്യസംഭവമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്ത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹരിവരാസനം സിനിമയുടെ പൂജാവേദിയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും മൈക്കൊന്ന് വഴക്കിട്ടു. ഇതിനെ തുടർന്നുണ്ടായ മന്ത്രിയുടെ മറുപടിയാണ് എല്ലാവരെയും ചിരിപ്പിച്ചത്. ഭരണം മാറിയിട്ടും മൈക്കിന്റെ വിഷയം മാറിയിട്ടില്ല എന്നുള്ളത് ആയിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഭരണം മാറിയത് ഇനിയിപ്പോൾ മൈക്ക് അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ ചിരി പടർത്തി വേദിയിൽ. അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ ധാർഷ്ട്യവും അഹങ്കാരവും ആ വേദിയിൽ നിന്ന് കാണിക്കാമായിരുന്നു. മൈക്ക് ഓപ്പറേറ്റർമാരെ വിളിച്ചിട്ട് ഊരിയെടുക്കടാ നിന്റെ ആംപ്ലിഫയർ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ല. മൈക്കല്ലേ, അതിനെപ്പോൾ വേണമെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ മനസ്സിലാക്കി അതിനെ മിതത്വത്തോടെ കൈകാര്യം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇടപെടൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം UDF സർക്കാരിൽ ഏറ്റവും മികച്ച ഒരു മന്ത്രിയാകാൻ പോകുന്നത് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും എന്ന് എല്ലാവരും മാർക്കിടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷമുള്ള അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾ അത് പച്ചയ്ക്ക് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം മികച്ച ഒരു മന്ത്രിയാകും എന്ന് പറയുമ്പോൾ ജനങ്ങളുമായി അദ്ദേഹം ഇടപഴകുന്നത് കൂടിയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. പക്ഷെ ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ പിണറായി വിജയനും. അദ്ദേഹം ജനങ്ങളുമായി ഒരു തരത്തിലും അടുക്കാൻ തയ്യാറായില്ല. സാധാരണ CPM നേതാക്കളൊക്കെ ജനകീയ അടിത്തറയുള്ള നേതാക്കളാണ്, ജനങ്ങളുടെ നേതാക്കൾ എന്നാണ് CPMകാരെയൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഉള്ളതെല്ലാം മരവാഴകളാണ്. എന്തായാലും പിണറായി വിജയൻ ഈ പറയുന്ന PR വർക്ക് കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചതൊക്കെ അധികാരം ഏറ്റെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല കൈക്കലാക്കുന്നു എന്നുള്ളതാണ് പറയാൻ. റിപ്പീറ്റാണേ. എന്തായാലും പിണറായി വിജയൻ PR വർക്ക് നടത്തി ഉണ്ടാക്കിയ ബിൽഡപ്പ് ഒക്കെ രമേശ് ചെന്നിത്തല ജനങ്ങളുമായി ചിരിച്ചിടപഴകി ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ജനകീയ മന്ത്രി എന്ന പേര് അദ്ദേഹം എടുത്തു കഴിഞ്ഞു.
തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സിനിമയുടെ അണിയറ പ്രവർത്തകരെ തൂഫാൻ വാരിയേഴ്സായി രമേശ് ചെന്നിത്തല ആ വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സിനിമയുടെ പൂജാവേദിയിൽ ചെന്നിത്തല എത്തിയത്. അണിയറ പ്രവർത്തകർക്ക് തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജും അദ്ദേഹം ധരിപ്പിച്ചു. ഇത് മാത്രമല്ല, രമേശ് ചെന്നിത്തല നിയമസഭയിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും മാധ്യമങ്ങൾക്ക് മുൻപിലുമൊക്കെ പ്രതികരിക്കുന്ന രീതി കൂടി ശ്രദ്ധിച്ചാൽ മതി. ആഭ്യന്തര വകുപ്പിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കുകയും തെറ്റുകൾ തിരുത്താൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ, കലക്കവെള്ളം കൊണ്ടുവന്ന കുപ്പി. അത് ഉയർത്തിക്കാണിച്ച് ഇതാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഒഴിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങളത് പരിശോധിക്കുമെന്നും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ആ വെള്ളം ലാബിൽ അയച്ച് പരിശോധിക്കുകയും ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. പക്ഷേ പിണറായി വിജയനായിരുന്നു ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയെങ്കിൽ പ്രതിപക്ഷം, അതായത് UDFകാർ ഈ കലക്കവെള്ളവും പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഒഴിച്ചതെന്ന് പറയുകയായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയുമായിരുന്നു, കണക്കായിപ്പോയി, നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം, വീട്ടിൽ പോയി പറയടാ എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ ആ ഒരു വിഷയത്തെ ഏറ്റവും ഗൗരവമായി അദ്ദേഹം ഏറ്റവും മിതത്വത്തോടെ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ. അത് ലാബിലേക്ക് അയക്കുമെന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പ് കൊടുക്കുന്നു. ഇതുകൂടാതെ ഈ പറയുന്ന ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ അതിലെ വെള്ളം നല്ലതായിരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുമെന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരുന്നു. അതാണ് ഒരു ആഭ്യന്തരമന്ത്രി. ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പദവിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നിയമസഭയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ വാക്കും കൃത്യമായിരിക്കണം. പറയുന്ന വാക്കിൽ നിന്ന്, അതായത് നിലപാടിൽ നിന്ന് വ്യതിചലിക്കാനും പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ UDFിലെ മികച്ച ഒരു മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്വരത്തിൽ നമുക്ക് പറയാൻ കഴിയും, അത് രമേശ് ചെന്നിത്തലയാണ് എന്ന്. ഇവിടെ എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ പഴയ ആഭ്യന്തരമന്ത്രിയെ കാണിച്ച് എല്ലാവരും താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയെയും താരതമ്യം ചെയ്തുള്ള ഒരു ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ആഭ്യന്തരമന്ത്രി എന്ന് രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിച്ചുകൊണ്ട് എല്ലാവരും പറയുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വളയം ഞാൻ തനിയെ പിടിച്ചോളാം, അങ്ങനെ കണ്ടവന്മാരുടെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. മാത്രമല്ല, അദ്ദേഹം നിലപാട് കടുപ്പിക്കേണ്ടടുത്ത് നിലപാട് കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മിതത്വം പാലിച്ച് സംസാരിക്കേണ്ടടുത്ത് അങ്ങനെയും അദ്ദേഹം നിൽക്കുന്നുണ്ട്. അതായത് ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഏതെല്ലാം റോളുകൾ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതും അതെല്ലാം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ്. അല്ലാതെ ധാർഷ്ട്യം കാണിക്കുകയും അഹങ്കാരം കാണിക്കുകയും ഞാൻ രാജാവാണ്, എൻ്റെ വകുപ്പ് ഞാൻ സൗകര്യമുള്ളതുപോലെ ഭരിക്കും, നിനക്കൊക്കെ വേണേൽ നോക്കിയാൽ മതി എന്നൊക്കെയുള്ള നിലപാട് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിന് വലിയൊരു കൈയടി കൊടുക്കണം. ഇനി മൈക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി വിജയൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മൈക്ക് പണി കൊടുക്കും. ഇത് മാത്രമല്ല, ഈ മൈക്ക് ഓപ്പറേറ്റർമാരെ ഏതെല്ലാം രീതിയിലാണ് പൊതുവേദിയിൽ നിന്ന് പിണറായിയും CPM നേതാക്കളും ഒക്കെ അധിക്ഷേപിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പിണറായി വിജയൻ മാത്രമോ, MV ഗോവിന്ദൻ തന്നെ ഒരു പരിപാടിയിൽ മൈക്ക് ഓപ്പറേറ്ററെ കടുപ്പിച്ച് നോക്കുകയും അവരോട് തട്ടിക്കയറുകയും ചെയ്തില്ലേ? മൈക്കാണ്, അതൊരു ഉപകരണമാണ്. എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകാൻ, ചിലപ്പോൾ അത് പ്രവർത്തിക്കാതെ ഇരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോഴൊക്കെ ഇങ്ങ് ധാർഷ്ട്യവും അഹങ്കാരവും ഞങ്ങൾ രാജാക്കന്മാരാണ്, ഞങ്ങളുടെ പരിപാടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള അഹങ്കാരം കാണിച്ചാൽ ജനം കാറിത്തുപ്പും. ഈ 10 വർഷക്കാലത്ത് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയതും ഈ പറയുന്ന മൈക്കിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരുന്നു. മൈക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള വിചിത്ര വാർത്ത നമ്മൾ ഇവിടെ കേരളത്തിലാണ് കേട്ടത്. ഇതിനു മുൻപ് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അങ്ങ് ഉത്തര കൊറിയയിൽ നിന്നാണ് കേൾക്കാറുള്ളത്. കാരണം അവിടെ കിം ജോങ് ഉൻ ഇങ്ങനെയാണല്ലോ, തനിക്ക് അനിഷ്ടമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ കിം ജോങ് ഉന്നിനുള്ളൂ. അതുപോലെ തന്നെയാണ് പിണറായിയുടെയും കാര്യത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അടപടലം തേഞ്ഞൊട്ടി തോറ്റമ്പിയപ്പോൾ ചില പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് മൂളിയതിൻ്റെ പേരിൽ ഒരുപാട് വേട്ടയാടലുകൾ സഹിക്കേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അതായത് CPM തോറ്റപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ഒരു രീതി. S രഞ്ജിത്ത് എന്ന് പറയുന്ന മൈക്ക് ഓപ്പറേറ്റർ, അദ്ദേഹം പറഞ്ഞത് തോറ്റുപോയതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുമ്പോൾ മൈക്ക് തകരാറിലായതിൻ്റെ പേരിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ഉപകരണങ്ങൾ പിടിച്ചുവെക്കുകയും ചെയ്തിരുന്നു. ചെയ്യാത്ത തെറ്റിന് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു ആ പാവം മനുഷ്യന്, കേസ് നടത്തേണ്ടി വന്നു എന്നും രഞ്ജിത്ത് പറഞ്ഞു.
പിണറായി പ്രസംഗിച്ചപ്പോൾ പലയിടത്തും മൈക്ക് പ്രശ്നമുണ്ടായെങ്കിലും തൻ്റെ പേരിൽ മാത്രമാണ് കേസെടുത്തത്. കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ വേട്ടയാടൽ നേരിട്ടുവെന്നും രഞ്ജിത്ത് അന്ന് പറഞ്ഞിരുന്നു. പിണറായി പ്രസംഗിക്കുന്നതിനിടെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതിനിടെ ഒരു ക്യാമറാമാന്റെ ബാഗ് കൺസോളിൽ തട്ടിയാണ് മൈക്ക് ഹൗളിംഗ് ഉണ്ടായത്. മുദ്രാവാക്യം വിളിക്കൊപ്പം ഹൗളിംഗ് കൂടി വന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പോലീസ് വിചാരിച്ചു. അതോടെയാണ് കേസെടുത്ത് ഉപകരണങ്ങൾ പിടിച്ചുവെച്ചത്. അത് നാണക്കേടായി എന്നറിഞ്ഞതോടെയാണ് കേസ് പിൻവലിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് സാധനങ്ങൾ തിരിച്ചു കിട്ടിയത്. ഫേസ്ബുക്കിലും മറ്റും വലിയ അധിക്ഷേപങ്ങൾ എനിക്ക് നേരെ ഉണ്ടായി. തന്നെ പോലെ ഒരുപാട് പേരെ അവർ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭരണം മാറിയതിൽ സന്തോഷമുണ്ടെന്നും വട്ടിയൂർക്കാവിൽ വിജയിച്ച കെ മുരളീധരന്റെ പരിപാടിയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞത്. അതായത് സാധാരണക്കാരോടൊക്കെ ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ ഒരു നേതാവിനെ ജനകീയനെന്ന് എവിടെയെങ്കിലും പറയുമോ? പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ചില ധാർഷ്ട്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടികളാണ് ജനം കൊടുത്തത്. ഒന്ന് ഓർത്തു നോക്കുക, അയാളുടെ ഉപജീവന മാർഗമാണ് ആ മൈക്ക്. അത് പിന്നീട് കോടതി കയറിയാണ് ആ മനുഷ്യന് തിരിച്ചു പിടിക്കേണ്ടി വന്നത്. ഒന്ന് ഓർത്തു നോക്കുക, ഒരാളെ ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഭരണം മാറിയപ്പോൾ പലരും ഈ ധാർഷ്ട്യം കൊണ്ടാണ് പിണറായി തോറ്റതെന്ന് പറയുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു. പിണറായിക്ക് വല്ലാത്ത ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഉണ്ട്. ജനങ്ങളുമായിട്ട് ഇടപഴകുമോ? അതുമില്ല. പക്ഷേ PR വർക്ക് നടത്തി ജനകീയ നേതാവാണെന്ന് തള്ളി മറിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, എത്രയോ പരിപാടികളിൽ പിണറായി വിജയൻ വേദിയിൽ നിന്ന് ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ CPMകാരൊക്കെ വന്ന് ന്യായീകരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രായം അത്രയും ഉണ്ടെങ്കിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോകുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതുമാത്രമല്ല, ഈ പറയുന്ന അമ്പൂരിയിൽ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ CPMന്റെ ഒരു വനിതാ നേതാവിനെ പോലും പിണറായി വിജയൻ അധിക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായില്ലേ? അവർ എന്തോ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ഫോണിൽ കാണിക്കാനായി പിണറായിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരോട് കയർത്ത് സംസാരിക്കുന്ന, മാറി നിൽക്കുന്ന പറയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ പിണറായി വിജയന് ഈ പൊതുവേദികളിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് അങ്ങ് പെരുമാറും, നിങ്ങൾ വേണമെങ്കിൽ അതങ്ങ് സഹിച്ചോളണം എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യം, മാടമ്പിത്തരം, അതായിരുന്നു പിണറായി വിജയനിൽ നിന്ന് കേരളം 10 വർഷം കണ്ടത്. പക്ഷേ ആ സമയത്ത് നമ്മൾ പറയണം, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയരുത്. പിണറായി സർക്കാരിൻ്റെ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പറയുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ ജനങ്ങളുമായി സദാ ഇടപഴകുന്ന ഒരാളാകണം. അവർ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ക്ഷമയുള്ളവരായിരിക്കണം. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയും പിണറായി വിജയന് ക്ഷമയുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ CPMന്റെ യോഗങ്ങളിലൊക്കെ, അതായത് എന്തുകൊണ്ട് തോറ്റു എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗം ചേരുന്നുണ്ടല്ലോ. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ പാർട്ടി യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിലൊക്കെ എല്ലാവരും പച്ചയ്ക്ക് പറയുന്നത് പിണറായി വിജയൻ്റെ ശൈലിയാണ്. നേതാക്കന്മാർ ശൈലി മാറ്റണമെന്ന വലിയ ആവശ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ എന്തോ അറിയില്ല, പിണറായി വിജയൻ ഇപ്പോൾ ശൈലിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. വേദികളിലൊക്കെ കയറുമ്പോൾ ചിരിക്കാനും മൈക്ക് പണി കൊടുത്താൽ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തന്നെയല്ല, മുൻപ് തന്നെ പിണറായി വിജയൻ ഒരു വേദിയിൽ കയറിയപ്പോൾ മൈക്ക് പണി കൊടുത്തപ്പോൾ പിണറായി വിജയൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു, ഈ മൈക്ക് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് എന്ന്. എന്നിട്ട് ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ശൈലി മാറ്റി തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ. എന്തായാലും ഈ രമേശ് ചെന്നിത്തലയുടെ വിഷയം, മൈക്ക് പണി കൊടുത്തപ്പോൾ രമേശ് ചെന്നിത്തല അതിനെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ടപ്പോൾ വേദിയിലുള്ളവരെ ഉൾപ്പെടെ ഒരു പുഞ്ചിരിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ UDFന്റെയും കോൺഗ്രസിന്റെയും സൈബർ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് ഭരണം മാറിയത് മൈക്കിനി അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള വലിയ ട്രോളുകളാണ്. അത് പിണറായിക്കിട്ടുള്ള 8ന്റെ കുത്താണ്. കാരണം പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഇമാതിരി ധാർഷ്ട്യമൊക്കെ കാണിച്ചപ്പോൾ അതിനെല്ലാം ട്രോളി കൊന്നിട്ടുണ്ട് മലയാളികൾ. ധാർഷ്ട്യം കാണിക്കാൻ ചെന്നു കഴിഞ്ഞാൽ മലയാളികൾ വെറുതെ വിടുമോ? മലയാളികൾ അതിനേക്കാൾ വലിയ മറുപടി കൊടുക്കും. ഏറ്റവും കൂടുതൽ CPM നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ട്രോൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, ജനങ്ങൾ ഇതുപോലെ വിമർശിച്ചിട്ടുള്ള മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. ഇവിടെ VSും നായനാരും EMSും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നവരൊക്കെയാണ്. പക്ഷേ അവർക്കൊക്കെ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിണറായി വിജയൻ പക്ഷേ അതിന് എല്ലാ കാലത്തും തോൽവിയായിരുന്നു. ജനങ്ങളുമായി ഇടപഴകുന്നതിൽ പാർട്ടിക്കാരുടെ ഒരു വലയത്തിനുള്ളിലായിരുന്നു പിണറായി വിജയൻ എപ്പോഴും.
CM ഓഫീസിന്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു കൂട്ടം ശിങ്കിടികളായിരുന്നു വളയം പിടിച്ചിരുന്നത്. എല്ലാ കാലത്തും പിണറായിക്കൊപ്പം ഒരു കൂട്ടം ശിങ്കിടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ശിങ്കിടികൾ പിണറായിയെ പാതാളക്കുഴിയിൽ കൊണ്ട് തള്ളിയിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ ശൈലി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് എന്ത് കാര്യമാണ്? ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് പോലുമില്ല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ മൈലേജ് വല്ലാതെ അങ്ങ് കൂടുകയാണ്. രമേശ് ചെന്നിത്തല കസറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.